അസ്സലാമു അലൈക്കും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? ഈ വീഡിയോയിൽ കാണുന്നത് ക്ലാസ് 5 ദുറൂസുൽ ഇസ്ലാം ഫസ്റ്റ് പാർട്ടിലെ 6ാമത്തെ പാഠത്തിലെ തദ്രീബാത്താണ്. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, എന്നെ സപ്പോർട്ട് ചെയ്യണം. ഈ വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യണം. ക്ലാസ് 5 ദുറൂസുൽ ഇസ്ലാം ഫസ്റ്റ് പാർട്ടിൻ്റെ ഇതുവരെ എടുത്ത പാഠങ്ങളുടെ അല്ലെങ്കിൽ ഇനി വരുന്ന പാഠങ്ങളുടെ തദ്രീബാത്തെല്ലാം വേണമെങ്കിൽ എൻ്റെ ചാനലായ മുന്നാ ഷാഹിൽ EDU എന്നതിൽ പ്ലേലിസ്റ്റ് സെക്ഷൻ എടുക്കുക. അതിൽ ഓരോ സബ്ജക്റ്റിൻ്റെയും തനത്തിന് പ്ലേലിസ്റ്റ് ഉണ്ടാകും. അതിൽ ക്ലാസ് 5 ദുറൂസുൽ ഇസ്ലാം ഫസ്റ്റ് പാർട്ട് എന്ന പ്ലേലിസ്റ്റ് ടച്ച് ചെയ്യുക. ടച്ച് ചെയ്താൽ ഞാൻ അടുത്ത പാഠങ്ങളുടെ തദ്രീബാത്ത് കൂട്ടുകാർക്ക് ലഭ്യമാകും. നമുക്കപ്പോൾ വീഡിയോയിലോട്ട് പോകാം. അദ്ദർസു സാദിസ്, 6ാമത്തെ പാഠം മുഖ്ലിസീന ലഹുദ്ദീൻ. അപ്പോൾ നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അന്ത്യനാളിൽ 3 ആളുകളെ കൊണ്ടുവരും. അല്ലാഹു തആല അവരോട് ചോദിക്കും, നിങ്ങൾ ദുനിയാവിൽ വെച്ച് എന്തെല്ലാം കർമ്മങ്ങൾ ചെയ്തു? ആദ്യം വിചാരണയ്ക്ക് വിധേയനാകുന്ന ആൾ പറയും, റബ്ബേ, ഞാൻ നിന്റെ പ്രീതിക്ക് വേണ്ടി യുദ്ധം ചെയ്തു, രക്തസാക്ഷിയായി. അപ്പോൾ അല്ലാഹു തആല പറയും, കളവാണ് നീ പറഞ്ഞത്. നീ യുദ്ധം ചെയ്തത് ആളുകൾ നിന്നെക്കുറിച്ച് ധീരൻ എന്ന് പറയാൻ വേണ്ടിയാണ്. അവർ അങ്ങനെ പറയുകയും ചെയ്തു. അയാളെ നരകത്തിലേക്ക് കൊണ്ടുപോകാൻ അല്ലാഹു തആല കൽപ്പിക്കും. മലക്കുകൾ അയാളെ നരകത്തിലേക്ക് എറിയും. തുടർന്ന് അറിവ് പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്ത വ്യക്തിയെ വിചാരണ ചെയ്യും. അല്ലാഹു തആല ചോദിക്കും, നീ പഠിച്ചതനുസരിച്ച് എന്താണ് ചെയ്തത്? അയാൾ പറയും, ഞാൻ നിന്റെ പ്രീതിക്ക് വേണ്ടി അറിവ് പഠിപ്പിച്ചു, ഖുർആൻ പാരായണം ചെയ്തു. അല്ലാഹു തആല പറയും, നീ പറഞ്ഞത് കളവാണ്. നീ പണ്ഡിതനാണെന്നും നന്നായി ഖുർആൻ പാരായണം ചെയ്യുന്നവനാണെന്നും ജനങ്ങൾ പറയാനാണ് നീ ഇതെല്ലാം ചെയ്തത്. അയാളെയും നരകത്തിലേക്ക് വലിച്ചെറിയാൻ അല്ലാഹു തആല കൽപ്പിക്കും. മൂന്നാമതൊരാളെ വിചാരണ ചെയ്യും. അല്ലാഹു തആല ധനം നൽകിയ വ്യക്തിയാണ് അയാൾ. അല്ലാഹു തആല ചോദിക്കും, നിനക്ക് നൽകിയ ധനം നീ എന്ത് ചെയ്തു? അയാൾ പറയും, നിനക്കിഷ്ടപ്പെട്ട എല്ലാ മാർഗത്തിലും നിന്റെ പ്രീതിക്ക് വേണ്ടി ഞാൻ ചെലവഴിച്ചു. അല്ലാഹു തആല പറയും, കളവ്, നീ ധർമ്മിഷ്ഠനാണെന്ന് ജനങ്ങൾ പറയാൻ വേണ്ടിയാണ് നീ ചെലവഴിച്ചത്. അയാളെയും നരകത്തിലേക്ക് വലിച്ചെറിയും. ഈ 3 വ്യക്തികളുടെയും ഇബാദത്തിന് എന്താണ് സംഭവിച്ചത്? അവരുടെ ഇബാദത്തിൽ ഇഖ്ലാസ് ഇല്ലായിരുന്നു. അല്ലാഹു തആലയുടെ തൃപ്തി മാത്രം ആഗ്രഹിച്ച് ഇബാദത്ത് ചെയ്യലാണ് ഇഖ്ലാസ്. മഹാനായ സൈനുദ്ദീനുൽ മഖ്ദൂമുൽ കബീർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അഖ്ലിസ് വദാ അല്ലാ തുരീദ ബിതാഅത്തിൻ ഇല്ല തഖർറുബ മിൻ ഇലാഹിക ദിൽ കിലാ. നീ ഇഖ്ലാസ് ഉള്ളവനാവുക. ആരാധന ചെയ്യുന്നതിലൂടെ സംരക്ഷകനായ നിന്റെ ഇലാഹിനോടുള്ള സാമീപ്യം മാത്രം ആഗ്രഹിക്കുന്നതിനാണ് ഇഖ്ലാസ് എന്ന് പറയുന്നത്. നാം ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളിലും ഇഖ്ലാസ് വേണം. ഇഖ്ലാസ് ഉണ്ടെങ്കിൽ മാത്രമേ ഇബാദത്തുകൾ സമ്പൂർണ്ണമാവുകയുള്ളൂ. കൂട്ടുകാർക്ക് ഈ പാഠം വായിച്ചത് മനസ്സിലാകില്ലേ? നമുക്കിനി ഈ പാഠത്തിന്റെ തദ്രീബാത്ത് നോക്കാം. തദ്രീബാത്തെല്ലാം നോക്കുന്നതിന് മുമ്പ് ഈ പാഠത്തിന്റെ അവസാനത്തിൽ ഒരു ബോക്സ് കൊടുത്തിരിക്കുന്നു, അതുകൂടി ഒന്ന് വായിച്ചു നോക്കാം. ഇന്നമൽ അഅ്മാലു ബിന്നിയ്യാത്ത്, ഏതൊരു കർമ്മവും സ്വീകാര്യമാവുന്നത് നിയ്യത്ത് പരിഗണിച്ചാണ്. തദ്രീബാത്തിൽ 1ാമത്തെ പ്രവർത്തനം നഖ്റഉ നഫ്ഹം. ഇവിടെ കൊടുത്തിരിക്കുന്നത് വായിച്ച് മനസ്സിലാക്കാം. അമൽ, കർമ്മം. തഖർറുബ, സാമീപ്യം. അഅ്മാൽ, കർമ്മങ്ങൾ. ഇലാഹ്, ആരാധ്യൻ. ത്വാഅ, ആരാധന. നിയ്യത്ത്, കരുതൽ. ഇഖ്ലാസ്, ആത്മാർത്ഥത. ആലിം, പണ്ഡിതൻ. ഷഹീദ്, രക്തസാക്ഷി. ഖറഅ, പാരായണം ചെയ്തു. തഅല്ലമ, പഠിച്ചു. ഷുജാഅ്, ധീരൻ. ഖാതല, യുദ്ധം ചെയ്തു. അല്ലമ, പഠിപ്പിച്ചു. നാർ, നരകം. ഗനിയുൻ, പണക്കാരൻ. തദ്രീബാത്തിൽ 2ാമത്തെ പ്രവർത്തനം നുബയ്യിനു സിയാഖ്, സന്ദർഭം വ്യക്തമാക്കാനുള്ളതാണ്. നീ ധർമ്മിഷ്ഠനാണെന്ന് ജനങ്ങൾ പറയാനാണ് നീ ധനം ചെലവഴിച്ചത്. ഇത് ആരോട് എപ്പോൾ പറഞ്ഞോ ആ സന്ദർഭം വ്യക്തമാക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അന്ത്യനാളിൽ 3 ആളുകളെ കൊണ്ടുവരും. അവരോട് അല്ലാഹു തആല ചോദിക്കും, നിങ്ങൾ ദുനിയാവിൽ വെച്ച് എന്ത് ചെയ്തു എന്ന്. അല്ലാഹു തആല ധനം നൽകിയ വ്യക്തിയാണ് മൂന്നാമതായി വിചാരണ ചെയ്യപ്പെടുക. നിനക്ക് നൽകിയ ധനം നീ എന്ത് ചെയ്തു എന്ന ചോദ്യത്തിന്
നിനക്കിഷ്ടപ്പെട്ട എല്ലാ മാർഗത്തിലും നിന്റെ പ്രീതിക്ക് വേണ്ടി ഞാൻ ചെലവഴിച്ചു എന്ന് അയാൾ മറുപടി പറയുമ്പോൾ അയാളോട് അല്ലാഹു തആല പറയുന്നതാണിത്. തദ്രീബാത്തിൽ മൂന്നാമത്തെ പ്രവർത്തനം നുതർജുമു ഇലൽ അറബിയ്യ, നുതർജുമു ഇലാ ലുഗത്തിന. വലതുഭാഗത്ത് നമ്മുടെ ഭാഷയിൽ കൊടുത്തിരിക്കുന്ന ആ വാക്കുകളെ അറബിയിലേക്ക് തർജുമ ചെയ്യണം. ഇപ്പുറത്ത് നുതർജുമു ഇലാ ലുഗത്തിന എന്ന് പറഞ്ഞാൽ അറബിയിൽ കൊടുത്തിരിക്കുന്നതിനെ മാതൃഭാഷയിലേക്ക് തർജുമ ചെയ്യണം. നമുക്കാദ്യം നുതർജുമു ഇലൽ അറബിയ്യ നോക്കാം. കർമ്മം എന്ന വാക്കിന്റെ അറബി എന്താണ്? അമൽ, ഉദ്ദേശം, നിയ്യത്ത്. രക്തസാക്ഷി, ഈ വാക്കിന്റെ അറബി എന്താണ്? ഷഹീദ്. അടുത്ത പേജ് നോക്കൂ. പണ്ഡിതൻ, ആലിം. പണക്കാരൻ, ഗനിയുൻ. ഇനി അടുത്തത് നുതർജുമു ഇലാ ലുഗത്തിന. ഷുജാ, ധീരൻ. തഖറബ, സാമീപ്യം. ത്വാഅ, ആരാധന. തഅല്ലമ, പഠിച്ചു. ഖറഅ, പാരായണം ചെയ്തു. തദ്രീബാത്തിൽ നാലാമത്തെ പ്രവർത്തനം നംല ഉൽ ഫറാഗ്, വിട്ട ഭാഗം പൂരിപ്പിക്കാനുള്ളതാണ്. 1. ഞാൻ നിനക്ക് വേണ്ടി ഡാഷ് രക്തസാക്ഷി പറയും. ആ വരിയിൽ പൂരിപ്പിക്കേണ്ടത് യുദ്ധം ചെയ്തെന്ന്. ഞാൻ നിനക്ക് വേണ്ടി യുദ്ധം ചെയ്തെന്ന് രക്തസാക്ഷി പറയും. 2. അള്ളാഹുവിൻ്റെ ഡാഷ് മാത്രം ആഗ്രഹിച്ച് അമൽ ചെയ്യലാണ് ഇഖ്ലാസ്. ആ വരിയിൽ പൂരിപ്പിക്കേണ്ടത് പ്രീതി. അള്ളാഹുവിൻ്റെ പ്രീതി മാത്രം ആഗ്രഹിച്ച് അമൽ ചെയ്യലാണ് ഇഖ്ലാസ്. 3. ഇഖ്ലാസ് ഇല്ലാതെ ഡാഷ് സമ്പൂർണ്ണമാവുകയില്ല. ആ വരിയിൽ പൂരിപ്പിക്കേണ്ടത് ഇബാദത്തുകൾ. ഇഖ്ലാസ് ഇല്ലാതെ ഇബാദത്തുകൾ സമ്പൂർണ്ണമാവുകയില്ല. 4. ഏതൊരു കർമ്മങ്ങളും സ്വീകാര്യമാവുന്നത് ഡാഷ് പരിഗണിച്ചാണ്. ആ വരിയിൽ പൂരിപ്പിക്കേണ്ടത് നിയ്യത്ത്. ഏതൊരു കർമ്മങ്ങളും സ്വീകാര്യമാവുന്നത് നിയ്യത്ത് പരിഗണിച്ചാണ്. തദ്രീബാത്തിൽ അഞ്ചാമത്തെ പ്രവർത്തനം മുഇദ് ഫിഖ്റ, ഖണ്ഡിക എഴുതാനുള്ളതാണ്. അന്ത്യനാളിൽ വിചാരണയ്ക്ക് വിധേയരാകുന്ന 3 പേരെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്തു പറഞ്ഞു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അന്ത്യനാളിൽ 3 ആളുകളെ കൊണ്ടുവരും. അവരോട് അല്ലാഹു തആല ചോദിക്കും, നിങ്ങൾ ദുനിയാവിൽ വെച്ച് എന്തെല്ലാം കർമ്മങ്ങൾ ചെയ്തുവെന്ന്. ആദ്യം വിചാരണയ്ക്ക് വിധേയനാവുന്നവൻ പറയും, ഞാൻ നിന്റെ പ്രീതിക്ക് വേണ്ടി യുദ്ധം ചെയ്ത് രക്തസാക്ഷിയായി എന്ന്. അപ്പോൾ അല്ലാഹു തആല പറയും, അവൻ പറഞ്ഞത് കളവാണെന്നും ആളുകൾ അവനെ ധീരൻ എന്ന് പറയാൻ വേണ്ടിയാണ് അവൻ യുദ്ധം ചെയ്തതെന്ന് പറഞ്ഞ് അവനെ നരകത്തിലേക്ക് കൊണ്ടുപോവാൻ കൽപ്പിക്കും. രണ്ടാമതായി അറിവ് പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്ത വ്യക്തി വിചാരണ ചെയ്യപ്പെടും. അവൻ പറയും, അള്ളാഹുവിൻ്റെ പ്രീതിക്ക് വേണ്ടി പഠിക്കുകയും പഠിപ്പിക്കുകയും ഖുർആൻ പാരായണം ചെയ്യുകയും ചെയ്തതെന്ന്. അപ്പോൾ അല്ലാഹു തആല അവൻ പറഞ്ഞത് കളവാണ്, പണ്ഡിതനാണെന്നും നന്നായി ഖുർആൻ പാരായണം ചെയ്യുന്നവനാണെന്നും ആളുകൾ പറയാൻ വേണ്ടിയാണ് അതെല്ലാം ചെയ്തതെന്ന് പറഞ്ഞ് അവനെ നരകത്തിലേക്ക് വലിച്ചെറിയാൻ കൽപ്പിക്കും. തുടർന്ന് മൂന്നാമത് അല്ലാഹു തആല ധനം നൽകി അനുഗ്രഹിച്ച വ്യക്തി വിചാരണ ചെയ്യപ്പെടും. അവൻ പറയും, അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട മാർഗത്തിലും അള്ളാഹുവിൻ്റെ പ്രീതിക്ക് വേണ്ടിയുമാണ് ചെലവഴിച്ചെന്ന്. അപ്പോൾ അള്ളാഹു അവൻ പറഞ്ഞത് കളവാണെന്നും ധർമ്മിഷ്ഠനാണെന്ന് ജനങ്ങൾ പറയാൻ വേണ്ടിയാണ് അവൻ ചെലവഴിച്ചതെന്ന് പറഞ്ഞ് അയാളെയും നരകത്തിലേക്ക് വലിച്ചെറിയും. തദ്രീബാത്തിൽ ആറാമത്തെ പ്രവർത്തനം തഖ്സീസ്. 1. അഖ്ലിസ് വദാ അല്ലാ തുരീദ ബിത്താഅത്തിൻ ഇല്ല തഖർറുബ മിൻ ഇലാഹിക ദിൽ കിലാ എന്ന വാക്യം വികസിപ്പിച്ചെഴുതുക. അപ്പോൾ നമുക്ക് എഴുതാം, നീ ഇഖ്ലാസ് ഉള്ളവനാവുക. ആരാധന ചെയ്യുന്നതിലൂടെ സംരക്ഷകനായ നിന്റെ ഇലാഹിനോടുള്ള സാമീപ്യം മാത്രം ആഗ്രഹിക്കുന്നതിനാണ് ഇഖ്ലാസ് എന്ന് പറയുന്നത്. സത്യവിശ്വാസി സൽക്കർമ്മങ്ങളുടെ സന്തത സഹചാരിയാണ്. അവൻ ചെയ്യുന്ന പ്രവർത്തനങ്ങളാണ് അവനെ മറ്റുള്ളവരിൽ നിന്ന് വ്യതിരിക്തനാക്കുന്നത്. ചെയ്തു വെക്കുന്ന കർമ്മങ്ങൾ സ്വീകാര്യമാവാൻ വേണ്ട അനിവാര്യ ഘടകമാണ് ഇഖ്ലാസ് അഥവാ നിഷ്കളങ്കത. ആരെയും ബോധ്യപ്പെടുത്താനല്ല മുഅ്മിനിന്റെ കർമ്മങ്ങൾ. അത് അള്ളാഹുവിൻ്റെ തൃപ്തിയും പ്രതിഫലവും കാംക്ഷിച്ചുകൊണ്ടാണ്. അതിനാൽ ഒരു കർമ്മത്തിൻ്റെയും ബാഹ്യരൂപം മനസ്സിലാക്കി അത് സ്വീകരിക്കപ്പെടുന്നതെന്ന് വിധിക്കാനാവില്ല. മനസ്സിൽ നിന്നാണ് കർമ്മങ്ങൾ തുടങ്ങുന്നത്. ഇഖ്ലാസ് ഇല്ലാത്ത സുഹൃത്തങ്ങൾ ചെയ്താൽ ദുനിയാവിലും ആഖിറത്തിലും പരിഹാസ്യരാവും.
പ്രശംസിച്ചവർ തന്നെ ആക്ഷേപിക്കും, പരിഹസിക്കും. അന്ത്യനിമിഷം മുതൽ നാശവും നാണക്കേടും തുടങ്ങും. നിഷ്കളങ്കമായി ചെയ്യുന്ന ഏതൊരു കർമ്മവും സജ്ജനങ്ങൾക്കിടയിൽ വാഴ്ത്തപ്പെടും. പരലോകത്ത് പരമാനന്ദം ലഭിക്കുകയും ചെയ്യും. മലക്കുകൾ പോലും സൽക്കർമ്മമെന്ന് വിധിയെഴുതിയ പ്രവൃത്തികളെ ഇഖ്ലാസില്ലാത്ത കാരണത്താൽ അള്ളാഹു തള്ളിക്കളയുന്ന ഭീതിജനകമായ അവസ്ഥയോർത്ത് നാം ജീവിക്കേണ്ടതാണ്. തഖ്സീസിൽ രണ്ടാമത്തത് ഹിദായത്തുൽ അദ്കിയാ എന്ന കൃതിയുടെ രചയിതാവ് സൈനുദ്ദീനുൽ മഖ്ദൂമുൽ കബീർ റളിയല്ലാഹു അൻഹുവിന്റെ ജീവചരിത്ര കുറിപ്പ് തയ്യാറാക്കി ക്ലാസ്സിൽ അവതരിപ്പിക്കുക. അപ്പോൾ നമുക്ക് നോക്കാം. 15-16 നൂറ്റാണ്ടിൽ കേരള മുസ്ലിങ്ങൾക്കിടയിൽ പുകഴ്പെറ്റ വലിയ പണ്ഡിതനും പോർച്ചുഗീസ് അധിനിവേശത്തിനെതിരെ തന്റെ നാവും തൂലികയും പടവാളാക്കി ശക്തമായി പ്രതികരിച്ച മഹാമനീഷിയുമായിരുന്നു സൈനുദ്ദീനുൽ മഖ്ദൂമുൽ കബീർ റളിയല്ലാഹു അൻഹു. വളരെ ചെറുപ്പകാലത്ത് തന്നെ അദ്ദേഹം പരിശുദ്ധ ഖുർആൻ ഹൃദിസ്ഥമാക്കി തന്റെ പ്രാഗൽഭ്യം തെളിയിച്ചു. പിതാവിൽ നിന്ന് തന്നെയാണ് മഹാനവർകൾ പ്രാഥമിക വിദ്യാഭ്യാസം പൂർത്തിയാക്കിയത്. തുടർന്ന് മക്കയിലേക്ക് തുടർ പഠനത്തിനായി പുറപ്പെട്ടു. മക്കയിലെ പഠനത്തിനു ശേഷം ഈജിപ്തിലെ അൽ അസ്ഹർ യൂണിവേഴ്സിറ്റിയിൽ ബാക്കി പഠനം പൂർത്തിയാക്കി. ഈജിപ്തിലെ പഠനത്തിനു ശേഷം കേരളത്തിൽ തിരിച്ചെത്തുമ്പോൾ പോർച്ചുഗീസുകാരുടെ അക്രമങ്ങൾ കൊണ്ട് ജനങ്ങൾ പൊരുതിമുട്ടിക്കൊണ്ടിരിക്കുന്നതാണ് അദ്ദേഹം കണ്ടത്. അതിനെതിരെ സമൂഹത്തെ സജ്ജമാക്കുന്നതിന് മുമ്പ് അവരെ സകല ജീർണതകളിൽ നിന്നും പരിഷ്കരിക്കണമായിരുന്നു. വൈജ്ഞാനിക കരുത്താണ് അതിനേറ്റവും ഉത്തമമെന്ന് തിരിച്ചറിഞ്ഞ അദ്ദേഹം പൊന്നാനിയിലെ അന്നത്തെ പ്രമുഖരുമായി വിഷയം ചർച്ച ചെയ്യുകയും പൊന്നാനിയിൽ ഒരു ജുമാ പള്ളി സ്ഥാപിക്കുകയും ചെയ്തു. കേരളത്തിലെ വൈജ്ഞാനിക നവോത്ഥാനത്തിന്റെ തുടക്കമായിരുന്നു അത്. പൊന്നാനി ചരിത്രത്തിൽ തന്നെ സ്ഥാനം പിടിക്കുന്നതും ഈ പള്ളിയിൽ ആരംഭിച്ച ദർസ് സമ്പ്രദായത്തോടെയാണ്. മഖ്ദൂം എന്ന സ്ഥാനപ്പേര് ലഭിച്ചത് ഇദ്ദേഹത്തിനായിരുന്നു. ഈ പാഠവും ഈ പാഠത്തിന്റെ തദ്രീബാത്തും കൂട്ടുകാർക്ക് മനസ്സിലാകില്ലേ? ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.